ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു ചക്കവിയൽ ഉണ്ടാക്കിയാലോ? അപ്പോൾ ചക്കവിയൽ ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കൂ. എത്ര കഴിച്ചാലും മതിയാവില്ല കേട്ടോ ഈ ഒരു ചക്കവിയൽ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് ലൈക്കും ഹൈപ്പും ചെയ്യണം. അപ്പോൾ ഞാൻ ഇതിനു വേണ്ടി ഇതേപോലെ ഒരു കഷ്ണം ചക്കയാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ചുള കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് നന്നായിട്ട് പഴുത്തതാണെന്ന്. പഴുത്തതല്ല, ഇപ്പോൾ അവിയൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പരുവത്തിലുള്ളതാണ്. അപ്പോൾ ചട്ടിയിലാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുപോലെ തന്നെ ചക്കക്കുരു ഒന്ന് സെപ്പറേറ്റ് വേവിച്ചെടുക്കുകയേ വേണ്ട കേട്ടോ. പെട്ടെന്ന് വെന്ത് കിട്ടും ഇതുപോലെ ചട്ടിയിൽ നമ്മൾ ഉണ്ടാക്കിയാൽ. അപ്പം 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഞാൻ ഇതുപോലെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അവിയൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ആദ്യം കുറച്ച് കറിവേപ്പില വെളിച്ചെണ്ണയുടെ കൂടെ ഇതുപോലെ ഒന്ന് ചേർത്ത് നോക്കൂ. ഇനി അതിലേക്ക് ചക്കക്കുരു ചേർക്കാം. അതും കൂടെ ചേർത്തതിന് ശേഷം ഒരു കഷ്ണം വെള്ളരിക്കയാണ്, അത് കട്ട് ചെയ്ത് അതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു വലിയ മുരിങ്ങയ്ക്ക, അതും ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പടവലങ്ങയാണ്. 2 കഷ്ണം പടവലങ്ങ ഞാൻ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്തിട്ട് നമ്മൾ ഈ എടുത്ത ചക്കയിലെ ചക്കച്ചുള മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ടില്ല. കാരണം ഒരുപാട് ചക്കച്ചുള ചേർത്ത് കഴിഞ്ഞാൽ വല്ലാണ്ട് നമ്മുടെ ചക്ക അവിയൽ കുഴഞ്ഞിരിക്കും. അപ്പം ഞാൻ അതിൽ നിന്നൊരു 3-4 ചുള എടുത്ത് മാറ്റിയിട്ടാണ് ഞാൻ ഇത് ചേർത്തിരിക്കുന്നത്. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് 2 പച്ചമുളക് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതും കൂടെ കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കേണ്ടത്. മഞ്ഞൾപ്പൊടി ചേർക്കുന്നതോടൊപ്പം തന്നെ ഒരു 3/4 സ്പൂൺ അളവിലുള്ള മുളക് പൊടിയും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്തിട്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇപ്പം ഞാൻ സ്റ്റൗ കത്തിച്ചിട്ടില്ല. ഇത് ജസ്റ്റ് അടുപ്പിൽ ചട്ടി വെച്ചതിന് ശേഷമാണ് ഈ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം ഇതൊന്ന് ഒരു തവി കൊണ്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കണം. അതായത് ഈ വെളിച്ചെണ്ണയും ഈ കഷ്ണങ്ങളും എല്ലാം നന്നായിട്ട് ഇതിലേക്ക് ഒന്ന് മിക്സായിട്ട് വരണം. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് അടച്ച് വെച്ച് ചെറു തീയിൽ വെക്കണം. വളരെ കുറച്ച് വേണം നമ്മൾ തീ വെച്ച് നമ്മൾ അടച്ച് വേവിക്കാൻ വെക്കാം. അപ്പോഴേക്കും ഇതിനു വേണ്ടി പുളി വേണമല്ലോ. ഇതുപോലെ ഒരു കഷ്ണം മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം പുളിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് കഷ്ണങ്ങളാക്കി നമുക്ക് മുറിച്ച് മാറ്റി വെക്കാം. ഇനി നമ്മളിത് അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി അതിന് ഞാൻ അരമുറി തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അവിയലിന് പൊതുവെ നന്നായിട്ട് തേങ്ങ വേണം. അത് എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 1/2 സ്പൂൺ അളവിലുള്ള ചെറിയ ജീരകം ചേർത്തിട്ട് 2 കഷ്ണം ചെറിയ ഉള്ളി, സവാള ചേർക്കരുത്, ചെറിയ ഉള്ളിയും കൂടെ ചേർത്തിട്ട് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്കതൊന്ന് തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ ചട്ടി ഒന്ന് ഇടയ്ക്ക് തുറന്ന് നോക്കണം. നമ്മുടെ അവിയലിൻ്റെ കഷ്ണമൊന്നും അടുക്കി പിടിക്കരുത്. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാനിതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമുക്ക് അടച്ചു വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ദേ നോക്കൂ, ഞാൻ അരപ്പ് അരച്ച് ഞാനിതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ചട്ടി കുറച്ച് നേരമായി അടച്ചു വെച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഏകദേശം ഒന്ന് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ചക്കക്കുരു തന്നെ സെപ്പറേറ്റ് എടുത്ത് നോക്കാം എത്രത്തോളം വെന്തിട്ടുണ്ടെന്നുള്ളത്. ഇതുപോലെ നമ്മൾ ഒന്ന് എടുത്ത് നിങ്ങളത് കാണിക്കാൻ തന്നെ ഞാൻ ഇതിങ്ങനെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല ചൂടാണ് കേട്ടോ, എന്നാലും ഞാനിത് എടുത്ത് നിങ്ങളെ കാണിക്കാം. കണ്ടോ, നന്നായിട്ടത് വെന്ത് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ മനസ്സിലായല്ലോ. ഇത് നമ്മൾ ചട്ടിക്കകത്ത് നമ്മൾ അവിയലിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചക്കക്കുരു വളരെ എളുപ്പത്തിൽ വെന്ത് കിട്ടും. സെപ്പറേറ്റ് ഒന്നും വേവിക്കേണ്ട. പിന്നെ അത് തന്നെയല്ല, ഇത് നല്ല ഫ്രഷ് ചക്കക്കുരുവാണ്. നമ്മൾ ഫ്രോസണിലൊന്നും വെക്കാത്ത ചക്കക്കുരുവാണ്. അതുകൊണ്ട് ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ മുരിങ്ങയ്ക്ക, പിന്നെ വേകാനുള്ളതും മുരിങ്ങയ്ക്കയല്ലേ, മുരിങ്ങയ്ക്കയും ഇതിനകത്തേക്ക് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഈ കഷ്ണങ്ങളൊന്ന് വകഞ്ഞ് മാറ്റിയതിന് ശേഷം നമ്മുടെ മാങ്ങ കഷ്ണം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഈ ഒരു സമയത്ത് കിട്ടുന്ന പച്ചമാങ്ങയൊക്കെ കിട്ടാൻ പാടാണ് കേട്ടോ. അതായത് എപ്പോൾ നമ്മൾ പച്ചമാങ്ങ വാങ്ങിച്ചാലും അതിനൊരു മധുരമുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ പച്ചമാങ്ങ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് തൈര് ചേർത്താലും മതി, പുളിക്ക് പകരം. അപ്പോൾ അതേ മാങ്ങയും ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തിട്ട് നമ്മൾ ഈ കഷ്ണങ്ങളൊന്ന് ഒരല്പം ഒന്ന് മൂടി വെച്ചിട്ട് ഒന്നുകൂടെ നമ്മൾ ആവി കയറ്റി കൊടുക്കണം. കാരണം ഈ
അരപ്പിൻ്റെ പച്ച ചൊവയൊന്നും മാറണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ആവി കയറിയിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ രീതിയിലൊന്ന് അവിയൽ വെച്ച് നോക്കൂ. ഒട്ടും വെള്ളം ചേർക്കാതെ നമ്മൾ എപ്പോഴും അവിയൽ ഉണ്ടാക്കുന്നത്. ഞാൻ ഇതിനു മുമ്പൊരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അതായത് നോർമൽ അവിയലിൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും നമ്മൾ അവിയൽ ഉണ്ടാക്കുമ്പോൾ വെള്ളം ചേർക്കുകയേ ചെയ്യരുത്. അങ്ങനെ നമ്മുടെ അവിയലൊക്കെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. കണ്ടല്ലോ, ഒരുപാട് കുഴഞ്ഞും പോയിട്ടില്ല, നല്ല കറക്റ്റ് രീതിയിൽ തന്നെ അത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് അടുപ്പിൽ നിന്ന് വാങ്ങുന്നതിന് മുമ്പേ ഇതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ, 1 സ്പൂണോ 2 സ്പൂണോ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പില കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി അവിയൽ ഇവിടെ, ചക്ക അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാ കൂട്ടുകാരും ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കൂ. പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ചക്ക അവിയൽ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.